ഹായ് ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തേത് ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാട്ടെ. നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ട് പോറ് എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യാട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മോളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇതാ പല്ല് തേക്കലും ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ട് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്ക്രബാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഒരു നല്ല തരിതരിപ്പെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു നല്ല ഫ്രഷായ ഒരു ഫീൽ കിട്ടും കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെല്ലാം യൂസ് ചെയ്യലുണ്ട്. അങ്ങനെ രാവിലെ എണീറ്റിട്ട് താഴെ പോകുമ്പോൾ കുറേ ലഗേജ് ഉണ്ടാകും കേട്ടോ. ആ കയ്യിൽ മോള് കുറച്ച് ഡ്രസ്സ് ഉണ്ടാകും, പിന്നെ വെള്ളം കുടിക്കുന്ന ജഗ് ഉണ്ടാകും, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാകും കേട്ടോ ആ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ രാവിലെ എണീറ്റ പാടന്നെ ഒരു വലിയ കപ്പ് നിറച്ചും വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ അധികം വെള്ളം കുടിക്കൽ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റി അങ്ങനെ വയറ്റിലെത്തുമല്ലോ. അങ്ങനെ ഇന്നത്തേത് എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഉഴുന്നുവട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉമ്മാനോട് എപ്പോഴും പറയുന്നൊരു സംഭവമാണ് ഉഴുന്നുവട ആക്കുന്നത്. എൻ്റെ ഉമ്മാൻ്റെ ഉഴുന്നുവട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ചൂടോടെ ഈ ഒരു ചട്നിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ രാവിലെ എണീറ്റ പാടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പിന്നെ ഇഷ്ടമില്ലാത്തില്ലാന്നെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ കഴിക്കൂ. പിന്നെ അലക്കാൻ ഇട്ടിട്ടുണ്ടേനു. അങ്ങനെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ കംഫർട്ടിൽ ഒഴിക്കേണ്ട ടൈം നമ്മളിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. ഒരു 25 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് ഒഴിക്കണം. ഇതിപ്പോൾ ഞാൻ നോക്കുന്ന ടൈം ഡ്രയർ ഓണായി പോയിട്ടുണ്ടേനു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഒഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഓക്കെ, പ്രശ്നമില്ല എന്നും പറഞ്ഞ ഒരു മൂഡിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കാറ്റെല്ലാം കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഫുഡെല്ലാം കഴിച്ചതിനല്ല, പിന്നെ വേറെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. അങ്ങനെ കുറച്ച് സമയം കാറ്റെല്ലാം കൊണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ പ്രാക്ടീസാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഭയങ്കര പാട്ടും ലഹളിയെല്ലാമാണ്. അങ്ങനെ കുറച്ച് സമയം മുറ്റത്തൂടെയെല്ലാം നടന്ന് അങ്ങനെ ആ ഒരു പാട്ടെല്ലാം കേട്ട് കുട്ടികളുടെ പ്രാക്ടീസെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണും കേട്ടോ സ്റ്റേജിൻ്റെ സൈഡിലോട്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് മോക്ക് ബദാം കാച്ചി കൊടുക്കാമെന്ന് വെച്ചിട്ട് 4 ബദാം അങ്ങനെ ആ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുറച്ച് ക്വാണ്ടിറ്റിയിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർ 4 ബദാം മാത്രമേ വെക്കുന്നുള്ളൂ. കുറച്ചിങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ കുടിക്കുമല്ല. പിന്നെ ഇതാ പത്തൽ പൊരിച്ചിട്ടുണ്ടേനു. ഉമ്മ തലേന്ന് ബാക്കി വന്ന പത്തൽ ഇങ്ങനെ പൊരിച്ചതാണ് കേട്ടോ. അധികം പത്തൽ ബാക്കി വന്നാൽ ഇങ്ങനെ പൊരിക്കലാന്ന്. കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും ഈ വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആക്കി വെക്കുക, കളയേണ്ടി വരില്ലല്ലോ. പിന്നെ നമുക്കിങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാം. പിന്നെ മോളുടെ നിപ്പിൾ ഇങ്ങനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റീലിൻ്റെ ബോട്ടിലായതുകൊണ്ട് തന്നെ ബോട്ടിലൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ ഇതിലും വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ നമുക്ക് വെള്ളം കൊടുക്കൽ. ഇതിലിങ്ങനെ തീരുന്നതിന് പിന്നെയും ഒഴിച്ചു കൊടുക്കലാന്നേ. ഈ ഒരു ബോട്ടിലാകുമ്പോൾ ഇങ്ങനെ തോന്നുന്ന ടൈമെല്ലാം എടുത്തിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ കുടിച്ചോളും കേട്ടോ. ഗ്ലാസ്സിൽ അങ്ങനെ കുടിക്കാൻ ശരിക്കൊന്നും ലെവലായിട്ടില്ല. അതുകൊണ്ട് ഒറ്റക്കെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നിപ്പിൾ ബോട്ടിൽ തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ല ബെസ്റ്റ്. അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ ചെറിയൊരു കട്ട് റോഡ് ഉണ്ട് കേട്ടോ. അവിടെ സിമെൻറ്റ് റോഡ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പാസ്സായിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിന്. അങ്ങനെ അതിനുള്ള സിമെൻറ്റും ജെല്ലിയും എല്ലാം നമ്മുടെ മുറ്റത്ത് ഇറക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇറക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ മുത്താറി കഴുകി ഉണക്കാനിട്ടിട്ടുണ്ട് ഉമ്മ പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കലാന്ന്. പിന്നെ ഇതാ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മോളുടെ ബാസ്ക്കറ്റാണ് കേട്ടോ. ബാസ്ക്കറ്റല്ല, ഒരു ബോക്സാണ് ഇങ്ങനെ ടൂൾസെല്ലാം ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതിലിപ്പം നോക്കിയാലും ഫുഡെല്ലാം വിട്ടിട്ട് ഫുൾ ഉറുമ്പായിട്ടുണ്ടാവും കേട്ടോ. എന്ത് കൊടുത്താലും മതിലാ കൊണ്ടുപോയിട്ടിടാ. ബിസ്ക്കറ്റും എല്ലാം കിട്ടും കേട്ടോ. അതിങ്ങനെ ക്ലീൻ ആക്കുന്ന ടൈം, രാവിലെ അടിച്ചു വാരുന്ന ടൈം. അങ്ങനെ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞ് ഈ ഒരു ടൈം ഉമ്മ മോളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോയി കേട്ടോ. അല്ലെങ്കിൽ ഒന്നും നടക്കൂല. ഇങ്ങനെ അടിച്ചു വാരലും തുടക്കലൊന്നും ഒന്നും നടക്കൂല. മോളുണ്ടെങ്കിൽ എൻ്റെ ബേക്കുന്നേ ഇങ്ങനെ വരും. ഞാൻ എന്തെങ്കിലും ചെയ്താണ്ടാൽ അതെല്ലാം മോക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണിയെല്ലാം തീർക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കക്കിരി നമ്മുടെ വീട്ടിൽ എപ്പോൾ സ്റ്റോക്കുള്ളൊരു സാധനമാണ് കേട്ടോ. കക്കിരി ഇതേപോലെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചമുളകും പുളിനാരങ്ങയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതേപോലെ കുട്ടി കുട്ടി പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചക്ക് നല്ലൊരു അടിപൊളി മീൻ ബിരിയാണി ചെയ്യുന്നു. അങ്ങനെ ആ മീൻ എല്ലാവരും കൂട്ടാത്തതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കനും പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കക്കിരിയും 4 തരം അച്ചാറെല്ലാം ഉണ്ട് കേട്ടോ. ഇത് എവിടെ നിന്നല്ലോ കിട്ടിയ അച്ചാറല്ലാന്ന്, കല്യാണ വീട്ടിലെ അച്ചാറുണ്ട്. അങ്ങനെ കുറേ അച്ചാറുണ്ട്.
പിന്നെ ഇതാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ടൈം ഇങ്ങനെ റെസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ മോൾക്ക് ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചുമരിൽ മുന്നേ ഒട്ടിച്ചിട്ട് ആ ഒരു വൃത്തികേടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ബട്ടർഫ്ലൈ വാങ്ങിയിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു ഗോൾഡൻ കളർ ആയതുകൊണ്ട് തന്നെ ഒരു പിങ്ക് ഗോൾഡൻ കളർ ആ ഒരു ഷെയ്ഡിലായിരുന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇതാ നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ 1-2 ആഴ്ചയായിട്ടായി ഒരു ഓർമ്മയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പാണ് ഫസ്റ്റായിട്ട് എടുക്കുന്നത്. അപ്പം നല്ല രീതിയിൽ അത് സോക്കായിട്ട് ഭയങ്കര ഹൽവ പോലെ ആയിട്ടുണ്ടേനു. അത്രയ്ക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല കേട്ടോ. ഉപ്പിലിട്ടിട്ട് പിന്നെ ഉപ്പിലിട്ട ഒരു സംഭവം നമ്മളെ വീട്ടിലുണ്ട് ഓർമ്മ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ ഡബിൾ സൈസ് ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു നെല്ലിക്കേനു അതെല്ലാം ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും ഉപ്പിലിട്ടതല്ലേ, അതുകൊണ്ട് എങ്ങനെയായാലും കഴിക്കാണ്ടിരിക്കൂല. ഭയങ്കര സോഫ്റ്റ് ആയിന്നേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുറച്ച് തുണികളെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേലിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ടൈം ഒരു ഓക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെ മടക്കി വെക്കലാന്ന് കേട്ടോ. എന്തെങ്കിലും തിന്നുകൊണ്ട് പണിയെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ പണിയെടുക്കുന്ന ഒരു ഫീൽ കിട്ടില്ലല്ലോ. അങ്ങനെ ഇതാ എൻ്റെ മേലേന്ന് എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് റോഡ് പണിക്കുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ അവിടെ എവിടെയെല്ലാം ആയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഉപ്പാക്കും മകളും ചായ കൊടുത്ത് ഞാനൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കിയ സാധനമാണ് കേട്ടോ. ഇത് ബ്രെഡ് കൊണ്ടുള്ള പിസയാണ്, ചിക്കനെല്ലാം ഇട്ടിട്ടുള്ളത്. ഞാൻ ആക്കിക്കൊണ്ട് പറയുന്നില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഫ്ലോപ്പ് ആകുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ എടുക്കാണ്ടുന്നത്. അങ്ങനെ ഇതാ പിസയും കഴിച്ച് പിന്നെ ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസും കൂടി കുടിച്ച് പിന്നെ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കലാണ്. അപ്പോൾ പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മാക്കും ഇഷ്ടമല്ല, പിന്നെ മോക്കും കൊടുക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഗോതമ്പ് ദോശ ആക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പൊറോട്ട കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും ഉമ്മാക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കെല്ലാണെങ്കിലും ഞാൻ തിന്നാത്ത സാധനം ഉണ്ടാക്കാനേ നിൽക്കൂല. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കാനല്ലേ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ഉമ്മ അങ്ങനെയല്ല. അങ്ങനെ ഇതാ നമ്മുടെ ഫെറി ലൈറ്റെല്ലാം വെച്ചിട്ട് കുറച്ചൊന്ന് വൈബാക്കിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്ന ടൈം ഇങ്ങനെ വെറുതെ ഒന്ന് കുറച്ചൊരു ഷോ കളിക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ. ഇങ്ങനെ ഫെറി ലൈറ്റ് കണ്ടാൽ എവിടെയെങ്കിലും ഒന്നിങ്ങനെ കത്തിച്ച് വെച്ചിട്ടില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഇതാ നമ്മുടെ വീട്ടിലെ ഇടയ്ക്കേ ഉള്ള അവസ്ഥയാണ് കേട്ടോ. ഇത് ഫുള്ള് വാരി വലിച്ചിടും. അപ്പോൾ മോക്കിങ്ങനെ എന്തെങ്കിലും കോക്കോ മെലണ മറ്റേ വെച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് വേണം കേട്ടോ ഇത് മൊത്തം എടുത്ത് വെക്കാൻ. അല്ലെങ്കിൽ ഞാൻ പോകുന്നതിൻ്റെ ബെക്കുന്നേ വന്നിട്ട് പിന്നെയും വലിച്ചിടും. ഉറങ്ങേണ്ട ടൈം ആവാനായില്ല. അതുകൊണ്ട് TV വെച്ചിട്ട് ഇരുത്തിയിട്ട് മെല്ലെ മെല്ലെ കാണാണ്ട് എടുത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര സീനാന്ന്. പിന്നെയും വലിച്ചിട്ടിട്ട് ഇതന്നെയായിരിക്കും പിന്നെ എനിക്ക് പണിയുണ്ടാവുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റും കൂടി ചെയ്യുക. ബൈ.